ഇസ്രായേൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ ഇരു കൂട്ടരുടെ ഭാഗത്തു നിന്നും ശക്തമായ വെല്ലുവിളികളും മുന്നറിയിപ്പുകളും രൂക്ഷമാവുകയാണ്. ഇന്നലെ ഇറാന്റെ ഇംഗ്ലീഷ് ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് ഒരു പ്രധാന വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ അവർ നൽകിയ തലക്കെട്ടാകട്ടെ ഇപ്പോൾ ആഗോള തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഇവിടെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ പാദം വെക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലെ മടങ്ങൂ എന്ന മുന്നറിയിപ്പായിരുന്നു ആ ഒന്നാം പേജിലെ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒന്നാം പേജിൽ നഗരത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് അവർ നൽകിയിരിക്കുന്നത്. അവർക്ക് അവരുടെ രാജ്യവും രാജ്യ താല്പര്യങ്ങളുമാണ് വലുത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട വാർത്ത. ഇറാൻ മാത്രമല്ല, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളടക്കം അവരുടെ മാധ്യമങ്ങളെല്ലാം തന്നെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പലകുറി തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളാകട്ടെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാനിക്കാതെ തന്നെ ശത്രുക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കാൻ ഉത്സാഹം കാണിക്കുന്നവരാണ് എന്നൊരു അഭിപ്രായമാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഓരോ രാജ്യത്തിലെയും മാധ്യമങ്ങൾ അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി വാർത്തകൾ നൽകുന്നതും രാജ്യത്തിന് എപ്പോഴും പിന്തുണ നൽകുന്നതും കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ ഓർത്ത് പരമപുച്ഛം തോന്നാറുണ്ട്. ഇന്നലെ ഇറാന്റെ ഇംഗ്ലീഷ് ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് അതിലെ പ്രധാന വാർത്ത ഇറാന്റെ മണ്ണിൽ പാദം വെക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലെ മടങ്ങുവെന്ന മുന്നറിയിപ്പായിരുന്നു. ഒന്നാം പേജിൽ നഗരത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് അവർ നൽകിയത്. അവർക്ക് അവരുടെ രാജ്യവും രാജ്യ താല്പര്യവുമാണ് വലുത്. ബില്ലാദൻ എന്ന ഇസ്ലാമിക ഭീകരനെ അമേരിക്കൻ സൈന്യം പാകിസ്ഥാനിൽ വെച്ച് കൊന്നപ്പോൾ അമേരിക്കൻ മാധ്യമം തീവ്രവാദികളുടെ പടം ഒന്നാം പേജിൽ കൊടുത്തിട്ട് തലക്കെട്ട് കൊടുത്തത് റോട്ട് ഇൻ ഹെൽ എന്നതായിരുന്നു. ഓസ്ട്രേലിയയിൽ ഈയിടെ നിരപരാധികൾക്ക് നേരെ ഉണ്ടായ ഇസ്ലാമിക ഭീകര ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു തീവ്രവാദിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ഒരു ഓസ്ട്രേലിയൻ മാധ്യമം കൊടുത്ത തലക്കെട്ട് യു ബാസ്റ്റഡ്സ് എന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ വാദങ്ങളും പ്രചരണങ്ങളുമായിരുന്നു ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നത്. കേരളത്തിൽ മത തീവ്രവാദികൾ സ്വന്തമായി വാർത്താ ചാനൽ നടത്തിക്കൊണ്ട് തീവ്രവാദത്തെ വെള്ളപൂശുന്നു. ഇസ്രയേലിൽ കയറി നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഹമാസ് മുസ്ലിം തീവ്രവാദികളെ പോരാളികൾ എന്നായിരുന്നു മനോരമ വിശേഷിപ്പിച്ചത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവനൊക്കെ മനോരമയ്ക്ക് പോരാളികളാണ്. മണിപ്പൂരിൽ ഉണ്ടായത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് എന്നും ഇരു വിഭാഗങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടെന്നും മണിപ്പൂരിലെ തന്നെ മാധ്യമങ്ങളും അതേപോലെ ബോംബെ രൂപത ആർച്ച് ബിഷപ്പും പറഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണമായി 2 മാസം ആഘോഷിച്ചു. കുത്തിത്തിരിപ്പ് വാർത്തയിലൂടെ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യലല്ല, സൃഷ്ടിക്കുകയാണ് ഇക്കൂട്ടർ. രാജ്യം എന്ന നിലയിൽ ഇത് നമ്മുടെ പരാജയം കൂടിയാണ്. ഈന്തപ്പഴത്തിനും അണ്ടിപ്പരിപ്പിനും വേണ്ടി ഗൾഫിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന മാപ്രകൾക്ക് തങ്ങൾ എന്ത് വ്യാജ വാർത്ത കൊടുത്താലും ഒന്നും സംഭവിക്കില്ല എന്ന ധൈര്യമുണ്ട്. ഇന്ത്യ വിരുദ്ധ വാർത്തകൾ മാത്രം വരുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലിന്റെ മലയാളിയായ ഉടമ കൂടുതൽ സമയവും തുർക്കിയിലാണ്. ഇപ്പോൾ തന്നെ ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന മാധ്യമങ്ങളുടെ അടക്കം അപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിലെ ഒരു വാർത്താ ചാനലിലും ലാഭത്തിലല്ല. എന്നിട്ടും പുതുതായി വാർത്താ ചാനലുകൾ വരുന്നു. എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് വാർത്തയായി നൽകുന്നത്. ഇന്ത്യ വിരുദ്ധതയും ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശലും. ഇതിനെല്ലാം കൃത്യമായി പ്രവർത്തനാനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതാണ് രസകരമായ കാര്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ വരെ നുഴഞ്ഞു കയറി സീൽ വാദം ഉണ്ടാക്കിയവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറാനാണോ പ്രയാസം? ഡൽഹി കലാപ സമയത്ത് വ്യാജ വാർത്ത കൊടുത്ത കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ 2 ദിവസം പോലും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നോർക്കണം. അപ്പോൾ പറയും കോടതികളാണ് എല്ലാത്തിനും കാരണമെന്ന്. എന്തൊരു ദുർബലമായ വാദം. ഇന്ത്യയിൽ കോടതി ഭരണമല്ല നിലവിലുള്ളത് എന്നത് മറക്കരുത്. വ്യാജ വാർത്തകളും രാജ്യ താല്പര്യങ്ങൾക്കെതിരായ വാർത്തകളും ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുന്ന വാർത്തകളും എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരുന്നിട്ട് ഇവിടൊക്കെ സഹിഷ്ണുതയാണ് എന്ന് പറയരുത്. ഇതിനെ കഴിവുകേട് എന്നതാണ് വിശേഷിപ്പിക്കേണ്ടതും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം. അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ ഇതാണ്. ഇതിനെ മുൻനിർത്തിയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.